ഒട്ടുചെടി എന്നുള്ള CV ശ്രീരാമൻ്റെ കഥയുടെ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. അപ്പോൾ ഇന്ന് ദാസ്ഗുപ്ത ബാബു എന്ന് പറയുന്ന അവിടുത്തെ റിഹാബിലിറ്റേഷൻ ഓഫീസർ, അദ്ദേഹം ഒരു അഭയാർത്ഥിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് പറയും. അപ്പോൾ ദാസ്ഗുപ്ത ബാബു ഒരു അഭയാർത്ഥിയായിരുന്നു എന്ന് പറഞ്ഞു, അതോടൊപ്പം തന്നെ റിഹാബിലിറ്റേഷൻ ഓഫീസർ. അപ്പോൾ കൽക്കത്തയ്ക്ക് മടങ്ങാൻ സമയം കിട്ടാത്ത ദിവസങ്ങളിൽ അയാൾ ദാസ്ഗുപ്ത ബാബുവും ഒന്നിച്ച് താമസിക്കും. ദാസ്ഗുപ്ത ബാബു നരയ്ക്കാൻ തുടങ്ങിയ ഒരു അവിവാഹിതനായിരുന്നു. വിവാഹത്തെപ്പറ്റി ചിന്തിക്കുവാൻ നേരം കിട്ടിയില്ല. താഴെ ആണും പെണ്ണുമായി 7 എണ്ണം. അപ്പോൾ നമ്മളുടെ ദാസ്ഗുപ്ത ബാബുവുമായിട്ട് നമ്മളുടെ കഥാനായകൻ ചില ദിവസങ്ങളിൽ ഒപ്പം താമസിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വീട്ടിലത്തെ ചരിത്രമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ദാസ്ഗുപ്ത ബാബുവിൻ്റെ മൂത്ത സഹോദരിയും അവരെ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപികയാണ്. ദാസ്ഗുപ്ത ബാബുവിനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം ഒരു കോളേജിൽ ഫിലോസഫി പഠിപ്പിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരും ആ കുടുംബത്തിനു വേണ്ടി ജീവിതം അർപ്പിച്ചു. അന്ന് അഭയാർത്ഥികളായി കൽക്കത്തയിൽ വന്ന പല മധ്യവർത്തി കുടുംബങ്ങളിലും തനതായി ഒരു ജീവിതം സ്വപ്നം കാണാത്തവരുണ്ടായിരുന്നു. കാരണം കുടുംബ പ്രാരാബ്ദങ്ങൾ കാരണം അവർക്ക് സ്വന്തമായിട്ടൊരു ജീവിതം സ്വപ്നം കാണാനായിട്ട് കഴിയുമായിരുന്നില്ല. ഇവരെയൊക്കെ നോക്കി ഇവരുടെ കൂടെ അവരുടെ സഹോദരങ്ങളുടെ കൂടെ ജീവിക്കുക, ഇതായിരുന്നു അവരുടെ ആ ഒരു രീതി. അപ്പോൾ ദാസ്ഗുപ്ത ബാബു നമ്മളുടെ കഥാനായകൻ ചെല്ലുന്ന ദിവസങ്ങളിൽ അല്പം മദ്യം കരുതും, പരുക്കൻ ഭക്ഷണവും, പുലരുന്നത് വരെ സംസാരിച്ചിരിക്കും. സ്പിനോസയും ഷോപ്പൻഹോവറും കഴിഞ്ഞ് ഹെഗലും മാർക്സും ഒക്കെ അവരുടെ സംസാര വിഷയങ്ങളായിട്ട് വരാറുണ്ട് എന്ന് പറയാം. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും നേരം പുലരും. മദ്യപിക്കുന്നതിന് ദാസ്ഗുപ്ത ബാബുവിൻ്റെ സഹോദരി എന്നും വഴക്ക് പറയും. അവരുടെ പേരെ ഓർക്കുന്നില്ല, മുഖം ഓർമ്മയിലുണ്ട്. നീളൻ മുഖവും അതിൻ്റെ ഇരട്ടി വലിപ്പമുള്ള കണ്ണുകളും ഒരു കുടുംബത്തിൻ്റെ ഭാരത്താൽ ചുങ്ങിപ്പോയ ശരീരവും. അപ്പോൾ ദാസ്ഗുപ്ത ബാബുവിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം ചെല്ലുമെന്ന് പറയുമ്പോൾ കുറച്ച് മദ്യം കരുതുന്നു. രാവിലെ വരെ അവർ പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിരിക്കും. അപ്പോൾ സഹോദരി ഈ മദ്യപിക്കുന്നതിന് എതിരാണ്. അപ്പോൾ അവരാണെങ്കിലോ ഈ കുടുംബഭാരം മുഴുവനും ഏറ്റിയിട്ട് ചുക്കിച്ചുളിഞ്ഞ ശരീരത്തോടു കൂടിയവരായിരുന്നു എന്ന് നമ്മളുടെ കഥാനായകൻ ഓർക്കണം. എന്നിട്ട് സഹോദരി ചീത്ത പറയുന്നത് അദ്ദേഹം പറയണം, "ഏയ് കൂട്ടരെ, നിങ്ങൾക്ക് ഈ മദ്യം കഴിക്കാതിരുന്നുകൂടെ?" അപ്പോൾ ദാസ്ഗുപ്ത ബാബു പറയും, "ഞങ്ങൾക്ക് ഫിലോസഫി പറയണമെങ്കിൽ സ്വല്പം മദ്യം വേണ്ടി വരും. നിങ്ങളോട് ആര് പറഞ്ഞു ഫിലോസഫി പറയണമെന്ന്? ഫിലോസഫി പറച്ചിൽ നിർത്തിയാൽ മതിയല്ലോ, പിന്നെ മദ്യം വേണ്ടി വരില്ലല്ലോ. അങ്ങോട്ട് എന്തു പറഞ്ഞാലും അവർ കേൾക്കില്ല. എനിക്ക് മദ്യപാനികളുടെ ഒരു വാക്കും കേൾക്കണ്ട." ഇതാണ് ദാസ്ഗുപ്ത ബാബുവിൻ്റെ സഹോദരിയുടെ സ്വഭാവം. അപ്പോൾ ദാസ്ഗുപ്ത ബാബുവിനെ പറ്റി ഓർത്തപ്പോൾ ബിശ്വേശ്വർ ഗരാമിയുടെ ഓർമ്മ വന്നു. അന്ന് അല്പം ഇരുട്ടിയ സമയത്താണ് ആ പെണ്ണ് കയറി വന്നത്. തോളിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുമുണ്ടായിരുന്നു. അന്ന് പകൽ 1-2 പ്രാവശ്യം അയാളെ കാണാൻ അവൾ റിഹാബിലിറ്റേഷൻ ഓഫീസിൽ വന്നിരുന്നു. മണിക്കൂറുകളോളം നിന്ന് കരഞ്ഞു. അങ്ങനെ കാണാൻ വരുന്നതും നിലയ്ക്കാതെ കരയുന്നതും അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഒന്നുമാത്രം അയാൾക്ക് അത്ഭുതകരമായി തോന്നി. ഒരു മനുഷ്യജീവിക്ക് ഇത്രമാത്രം കണ്ണീരോ? അത്രയും കണ്ണീർ എവിടെ സംഭരിച്ചു വെച്ചിരിക്കുന്നു? അയാൾ പതിവ് പോലെ അന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ ബിശ്വേശ്വർ ഗരാമിയെക്കുറിച്ച് ഓർത്തു എന്ന് പറയണം. ബിശ്വേശ്വർ ഗരാമിയെക്കുറിച്ച് ഓർത്തപ്പോഴാണ് അവർ വിളക്കി ചേർത്തിട്ടുള്ള ആ ഒട്ടുചെടിയായിട്ടുള്ള മറ്റൊരാളെക്കുറിച്ചും കൂടി ഓർമ്മ വരുന്നത്. അപ്പോൾ ആ കഥയിലേക്ക് ദാസ്ഗുപ്ത ബാബുവിനെ പറ്റി പറഞ്ഞ് ദാസ്ഗുപ്ത ബാബു വിളക്കി ചേർത്തിട്ടുള്ള ആ മനുഷ്യബന്ധങ്ങളിലേക്ക് പോവുകയാണ് നമ്മളുടെ കഥാനായകന്. അപ്പോൾ ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവർ ദിവസേന വന്ന് നമ്മളുടെ ദാസ്ഗുപ്ത ബാബുവിൻ്റെ മുമ്പിൽ നിന്ന് കരയാറുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കും, എവിടെ നിന്നാണ് ഈ മനുഷ്യജീവിക്ക് ഇത്രയധികം കണ്ണീര്? കാരണം അവർക്ക് അവരുടെ കുടുംബത്തെ വിളക്കി ചേർക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പം ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് കരച്ചിൽ. എനിക്ക് നിയമം മാറ്റാൻ അധികാരമുണ്ടോ? നിന്നെ എങ്ങനെ സെറ്റിലറായി റിക്രൂട്ട് ചെയ്യാൻ കഴിയും? കുടിയേറി പാർക്കുന്ന സെറ്റിലർക്ക് ഒരു ഫാമിലി വേണം. ഫാമിലി എന്നാൽ ഭാര്യ, ഭർത്താവ്, ചുരുങ്ങിയത് ഒരു കുട്ടി. കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അത്രയും സ്വാഗതാർഹം. പക്ഷെ നിനക്ക് ഭർത്താവില്ലല്ലോ. അപ്പോൾ ഇതായിരുന്നു പ്രശ്നം.
അപ്പം അന്ന് വൈകുന്നേരം ദാസ്ഗുപ്ത ബാബുവിൻ്റെ വീട്ടിൽ കയറി വന്നപ്പോഴും കരച്ചിലിനെ ഒട്ടും കുറവ് വരുത്തിയില്ല. അന്ന് അയാൾ അത്രയൊന്നും മദ്യപിച്ചിരുന്നില്ല. പെട്ടെന്ന് ഒരു ഉൾവിളി. ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. നീ ഇപ്പോൾ സമാധാനമായി പോകും. നാളെ ഓഫീസിൽ വരും. നിന്നെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് പോകാം. അവൾ പോയപ്പോൾ ദാസ്ഗുപ്ത ബാബു ചോദിച്ചു. ആ വരികൾ തന്നെ ഇന്നും ഓർത്തു പോകുന്നു. വൈ ഷുഡ് യു ഗീവ് ഫാൾസ് പ്രോമിസസ് ടു പീപ്പിൾ? ഞാൻ വെറുതെ പറഞ്ഞതല്ല എൻ്റെ ദാസ്ഗുപ്ത ബാബു. 2 പെൺകുട്ടികളെയും ഒക്കത്ത് വെച്ച് നടക്കുന്ന ഇവളെ പോലെ തന്നെ കരയുന്ന ആ അഭയാർത്ഥി ഇല്ലേ, ഇവരെ 2 പേരെയും കൂട്ടിയിണക്കി ഒരു ഫാമിലി ആക്കണം. അതാണ് ഇവിടെ ഒരു സ്ത്രീയാണ് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ ഈ സ്ത്രീ അല്ലാണ്ട് വേറൊരു പുരുഷനും ഇതുപോലെ 2 പെൺകുട്ടികളെയും കൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ 2 കൂട്ടരെയും കൂടി വെച്ചിട്ട് നമുക്കൊരു ഫാമിലി ആക്കാം, എന്നിട്ട് അവരെ സെറ്റിൽ ചെയ്യാമെന്നാണ് കരുതിയിരിക്കുന്നത്. അങ്ങനെ ചെയ്തുകൂടെ എന്നുള്ള ചോദ്യം. ദാസ്ഗുപ്ത ബാബു എന്തിനെ വിഷാദമുഖനായിരിക്കുന്നു എന്ന് അറിയില്ല. പഠിച്ചതും പഠിപ്പിച്ചതും ഫിലോസഫി തന്നെ. സ്വന്തം ജീവിതം കൊണ്ട് അടുത്തറിഞ്ഞതും ഫിലോസഫി തന്നെ. എന്നിട്ടും അന്ന് മൂകനായത് എന്തുകൊണ്ടാണെന്ന് ഇന്നും എനിക്കറിയില്ല എന്ന് കഥാനായകൻ പറയും. കാരണം ഇത് ഒറ്റയടിക്ക് അങ്ങോട്ട് പറഞ്ഞപ്പോഴേ അദ്ദേഹത്തിന് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഈ സ്ത്രീ ഈ ബോർഡറിനെ അടുത്ത് കിടക്കുന്ന ഏതോ ജില്ലക്കാരിയാണ്. പക്ഷെ അവർ ചിറ്റഗോങ് ജില്ലയുടെ അടുത്ത് കിടക്കുന്ന ഏതോ ഗിരിപ്രദേശത്തുകാരനാണ്. ചിറ്റഗോങ്ങുകാർ സ്വതവേ മുരടന്മാരാണ്. അവൻ്റെ ഭാര്യ മരിച്ചതല്ല, അവൻ ഒരൊറ്റ ചവിട്ടിനെ കൊന്നതാണെന്ന് അഭയാർത്ഥി ക്യാമ്പുകളിൽ സംസാരമുണ്ട്. അവൾ സമ്മതിക്കുമോ എന്നറിയില്ല. അത് വേറൊരു പ്രശ്നമാണ്. കാരണം ഇപ്പോൾ കരഞ്ഞുകൊണ്ട് വന്ന സ്ത്രീ ഇവിടെ അടുത്തുള്ള ജില്ലക്കാരിയാണ്. നേരെ മറിച്ച് അവനാണെങ്കിൽ ചിറ്റഗോങ് ജില്ലയുടെ അടുത്തുള്ള ഒരു ഗിരിപ്രദേശം, ഒരു പർവ്വത പ്രദേശത്തിൻ്റെ അടുത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളെ ഗോത്രവർഗ ജീവിതത്തിൽ നിന്ന് തിരിച്ചു വരാത്ത ആളും മറ്റേയാൾ കുറച്ചും കൂടി പരിഷ്കാരിയാണ്. അപ്പോൾ ഒരിക്കലും അവർക്ക് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല, സഹകരിച്ച് പോകാനായിട്ട് പറ്റുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ കൂട്ടിയോജിപ്പിക്കൽ നടക്കുന്നു തോന്നുന്നില്ല എന്ന് ദാസ്ഗുപ്ത ബാബു പറയാം. ഇനി അതിന് പുറമെ ഈ വിശ്വേശ്വർ ഗരാമിയെക്കുറിച്ച് കേട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചതല്ല, ഒറ്റ ചവിട്ടിന് കൊന്നതാണ് എന്നുള്ളൊരു ശ്രുതിയും കൂടി കേൾക്കാനുണ്ട്. അപ്പോൾ പിന്നെ പറഞ്ഞ വാക്കുകൾ അതേ അക്ഷരങ്ങളിൽ ഇന്നും ഓർക്കുകയാണ്. Had you been a Bengali, you could have known the cultural disparity between them. പിന്നെ മറ്റൊന്നുണ്ട്, അവൾ വിധവയല്ല, അവളുടെ ഭർത്താവിനെ എവിടെയോ വെച്ച് കൂട്ടം തെറ്റിയതാണ്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. തീർച്ചയായും ദാസ്ഗുപ്ത ബാബു ഫിലോസഫിയിൽ പറഞ്ഞ വാക്കുകൾ ഇന്നും ആവർത്തിക്കാം. ലെറ്റ് us grasp them and see the effect of a grafted plant. ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് പോലെ കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റുമോ എന്ന് നോക്കാം. ഏതായാലും താനൊന്ന് ശ്രമിച്ചു നോക്കുമെന്ന് പറയും. അപ്പോൾ പിറ്റേന്നാൾ അവരെ 2 പേരെയും അഭയാർത്ഥി ക്യാമ്പിൻ്റെ ഒരറ്റത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി. വളരെ സങ്കോചത്തോടെ വരണ്ട അക്ഷരങ്ങളിൽ അത്രയും നിരത്തി കാര്യങ്ങൾ അവരോട് 2 പേരോടുമായിട്ട് നമ്മളുടെ കഥാനായകൻ പറയും. വിശ്വേശ്വർ ഗരാമി ഒന്നും മിണ്ടിയില്ല. അവളെ കണ്ണുകൾ കൊണ്ട് പലവരും ഒഴിഞ്ഞുകൊണ്ടിരുന്നു. അടുത്തു നിന്നപ്പോൾ അയാൾക്ക് കൾച്ചറൽ ഡിസ്പാരിറ്റി അല്ല തോന്നിയത്, മറിച്ച് ശാരീരികമായി അവർ തമ്മിൽ കണ്ട വൈരുദ്ധ്യം ശ്രദ്ധേയമായിരുന്നു. അവൾക്ക് അയാളെക്കാളും 2-3 ഇഞ്ചെങ്കിലും ഉയരം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ശാരീരികമായിട്ടുള്ള പൊരുത്തക്കേടുകളാണ് അദ്ദേഹത്തിന് ഒറ്റയടിക്ക് തോന്നിയത് എന്ന് പറയുന്നു. പട്ടിണി അവളെ ശരീരത്തിൽ നിന്ന് എല്ലൊഴികെ എല്ലാം ഒപ്പിയെടുത്തിരുന്നു. ഇത്രയും ഉയരം ഒരു പട്ടിണി ഉടലിന് തികച്ചും ശാപം തന്നെയെന്ന് അയാൾക്ക് ബോധ്യം വന്നു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർ വാർന്നു വീണിരുന്നു. ചേലത്തുമ്പ് കൊണ്ട് കണ്ണീർ ഒറ്റി ഒരൊറ്റ അക്ഷരം മറുപടി പറയാതെ അവൾ നിന്നു. 2 പേരെയും റിഹാബിലിറ്റേഷൻ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു റിഹാബിലിറ്റേഷൻ ബോണ്ട് എടുത്തു ബോണ്ടിൽ എഴുതി, വിശ്വേശ്വർ ഗരാമി, ഹെഡ് ഓഫ് ഫാമിലി. നിന്റെ പേര് മൈഥിലി പരമാണിക്ക്. ഇന്നു മുതൽ നീ മൈഥിലി പരമാണിക്കല്ല, മൈഥിലി ഗരാമി. അയാൾ എഴുതി. മൈഥിലി ഗരാമി, വൈഫ്. ചിൽഡ്രൻ എന്ന കോളത്തിൽ 2 പെൺകുട്ടികളുടെയും പേരെഴുതി. അവളുടെ കുട്ടിക്ക് പേരെ ഇട്ടിരുന്നില്ല. പേരിടാത്ത പെൺകുട്ടി എന്ന അർത്ഥത്തിൽ എഴുതി, കോഗി. ബോണ്ടിൽ വിശ്വേശ്വർ ഗരാമിയെ കൊണ്ട് ഇടത്തെ വിരലടയാളം വെപ്പിച്ചു. 2 ആളോട് സംസാരിച്ചു. 2 ആൾക്കും എതിർപ്പുകളൊന്നും പറയാനുണ്ടായിരുന്നില്ല.
കാരണം രണ്ടാളും ഫാമിലിയായിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. അപ്പം അതുകൊണ്ട് അവരെ രണ്ടാളെയും കൂടി ഹസ്ബൻഡും വൈഫും ഒക്കെ ആക്കി എഴുതി ഉണ്ടാക്കി കുട്ടികളെയും കൂടി അതിൽ കൂട്ടിച്ചേർക്കുക. അപ്പോൾ ഏതായാലും അവരെ അങ്ങനെ ഒരു കുടുംബമാക്കിയിട്ട് ഇദ്ദേഹം മാറ്റി. അപ്പോൾ പിറ്റേന്ന് സരസ്വതി പൂജയായിരുന്നു. അഭയാർത്ഥികൾക്ക് നേരത്തെ തന്നെ ക്യാമ്പ് ഉദ്യോഗസ്ഥന്മാർ അരി വിതരണം ചെയ്തിരുന്നു. അന്ന് ഉച്ചയ്ക്ക് അയാൾ വെറുതെ ക്യാമ്പിൽ ചുറ്റി നടന്നു. ഒരു മരച്ചുവട്ടിലിരുന്ന് മൈഥിലി ഭക്ഷണം പാകം ചെയ്യുന്നു. 3 പെൺകുട്ടികളും അവളുടെ മടിയിൽ തലചായ്ച്ച് മയങ്ങുന്നു. വിശ്വേശ്വർ ഗരാമി നീട്ടിക്കൊടുത്ത ഹുക്കയിൽ അവൾ കണൽ നിറച്ചു കൊടുക്കുന്നു. ഒരു പന്തീരാണ്ട് ഇഴുകിയ ദാമ്പത്യം മണിക്കൂറുകൾ കൊണ്ടോ? ദാസ്ഗുപ്ത ബാബുവിനോട് പറഞ്ഞു. അദ്ദേഹം സ്തംഭിച്ചുപോയി. ഒരു ഫിലോസഫി കൊണ്ടും അദ്ദേഹത്തിന് അതിനെ വ്യാഖ്യാനിക്കാനായില്ല. അദ്ദേഹം ഇത്രമാത്രം പറഞ്ഞു: ഹ്യൂമൻ ബീയിങ്സ് യു ക്യാൻ എക്സ്പ്ലെയിൻ, ബട്ട് നോട്ട് ഹ്യൂമൻ ലൈഫ്. എന്നിട്ടും ക്യാമ്പിൽ മുറുമുറുപ്പുണ്ടായി. അപ്പോൾ തലേ ദിവസം കൂട്ടിച്ചേർത്ത ഈ ബന്ധങ്ങൾ ഒരുപാട് കാലത്തെ ബന്ധങ്ങൾ പോലെ പിറ്റേ ദിവസം മുതൽ ഇവർ കാണാനായിട്ട് തുടങ്ങുകയാണ്. അവർക്ക് തന്നെ അതിനെ വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പം ഇങ്ങനെയൊക്കെ നടന്നിട്ടും ഇവർ ഇത്രത്തോളം അടുത്തു പോയിട്ടും ക്യാമ്പിലത് മുറുമുറുപ്പുണ്ടാക്കിയെന്ന് പറയാം. ഒരു ചടങ്ങും നടത്താതെ ഇങ്ങനെ കൂട്ടിയിണക്കുകയോ ദ്വീപിലെത്തിയതിനു ശേഷം ഒരു ബ്രാഹ്മണനെ വരുത്തി എല്ലാ ആചാരത്തോടെയും ഒരു വിവാഹം നടത്തുന്നതാണ്. ദ്വീപിൽ ചെന്നപ്പോൾ തന്നെ ഒരനിയനെ പോലെയോ അതിൽ കവിഞ്ഞോ സ്നേഹിക്കുന്ന ആ ബംഗാളി മേലുദ്യോഗസ്ഥൻ മാത്രം അത് പറഞ്ഞു: നീ ഒരു ചടങ്ങിനും പോവരുത്, അത് മറന്നേക്കൂ. അല്ലെങ്കിൽ തന്നെ ബംഗാളി അല്ലാത്ത നിന്നെ അഭയാർത്ഥി കുടുംബങ്ങളെ കുടിയേറി പാർപ്പിക്കുവാൻ തിരഞ്ഞെടുക്കുവാൻ അയക്കുന്നതിൽ പലർക്കും എതിർപ്പുണ്ട്. ഭാര്യയും ഭർത്താവും അല്ലാത്തവരെ ഫാമിലിയായി തിരഞ്ഞെടുത്തു എന്നെങ്ങാനും ആരെങ്കിലും അറിഞ്ഞാൽ അദ്ദേഹം വളരെ കർശനമായി പറഞ്ഞ അതേ വാക്കുകൾ: യു ലീവ് ഇറ്റ് ദെയർ. അപ്പോൾ നീ അങ്ങനെ അവരെ ഒരു വിവാഹം കഴിപ്പിക്കാനൊന്നും പോകണ്ട, അവരങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ജീവിച്ചോട്ടെ. പിന്നെ ഒരു ഫാമിലി അല്ലാത്ത അവരെ ഫാമിലിയാക്കി എന്ന് പറഞ്ഞാൽ അതും വലിയൊരു പ്രശ്നമായി മാറുമെന്നു കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു ചടങ്ങ് നടന്നില്ല. പഞ്ചവടി എന്ന ഗ്രാമത്തിൽ വിശ്വേശ്വർ ഗരാമിക്ക് 5 ഏക്കർ വയലും ഒരു വീടും സ്വന്തം കൈകൊണ്ട് നറുക്കിട്ട് കൊടുത്തു. 5 ഏക്കർ എന്ന് പറഞ്ഞാൽ അവർക്കറിയില്ലായിരുന്നു. 15 ബിഘ എന്ന് പറഞ്ഞാൽ തൃപ്തിയായി. ക്രമേണ ഒരു 15 ബിഘ കരഭൂമിയും അവർക്ക് കിട്ടാൻ അർഹതയുണ്ട്. നെൽവയൽ അളന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തും. അപ്പോൾ ആ ഒരു കാര്യം വിശ്വേശ്വർ ഗരാമിയെയും മൈഥിലി പരിമാണിക്കിനെയും കൂട്ടിച്ചേർത്തിട്ടുള്ള ആ ഒരു കാര്യം അദ്ദേഹം അവിടെ പറഞ്ഞ് നിർത്തുകയാണ്. അന്നത്തെ ആ ഒരു സംഭവം അദ്ദേഹം ഓർത്തെടുത്ത് പറഞ്ഞു നിർത്തി. ഇപ്പോൾ 22 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹം അവിടേക്ക് ഒരു യാത്ര നടത്തി എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇനി ഇപ്പോഴത്തെ ആ സംഭവങ്ങൾ വീണ്ടും അദ്ദേഹം യഥാർത്ഥമായിട്ട് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് അടുത്ത ക്ലാസ്സിൽ.